നമസ്കാരം. എൻ്റെ സുഹൃത്ത് ഡൽഹിയിലെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് പങ്കുവച്ച ഒരു കുറിപ്പാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഡൽഹി വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ച 2 പ്യാരിസ്റ്റ് കോൺഗ്രിഗേഷൻ വൈദികർക്ക് നീതി നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞതിൻ്റെ ആത്മസന്തോഷം പങ്കുവയ്ക്കട്ടെ. ഡൽഹി ഹൈക്കോടതിയുടെ ഇടപെടലും ഭരണഘടനയുടെ സന്ദേശവും മുറുകെ പിടിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ ജോസ് എബ്രഹാം മുന്നേ നടന്നപ്പോൾ സഹയാത്രികയാവാൻ കഴിഞ്ഞു. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 2 വിദേശ റോമൻ കത്തോലിക്ക വൈദികരെ തടഞ്ഞുവെച്ച സംഭവം ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും സംബന്ധിച്ച സുപ്രധാന ചോദ്യങ്ങൾ ഉയർത്തി. വൈദികരായ ഫാദർ ജീൻ റുവാംബ, ഫാദർ എൻഗാല ഓസ്റ്റിൻ കാൻജോ എന്നിവർ ഇന്ത്യയിലെ സന്ദർശനം പൂർത്തിയാക്കി റോമിലേക്ക് തിരികെ മടങ്ങുന്നതിനിടെയാണ് വിമാനത്താവളത്തിൽ തടയപ്പെട്ടത്. ആവശ്യമായ രേഖകൾ സമർപ്പിച്ചിരുന്നിട്ടും അവർക്ക് യാത്ര തുടരാൻ സാധിക്കാതെ വന്നു. അവർക്ക് എക്സിറ്റ് പെർമിറ്റ് ലഭിക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചുവെങ്കിലും വിഷയം നീണ്ടുപോയ സാഹചര്യത്തിലാണ് നിയമപരമായ ഇടപെടൽ അനിവാര്യമായത്. ഈ സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് ഡോക്ടർ ജോസ് എബ്രഹാമിനൊപ്പം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി പരിഗണിച്ച കോടതി ബന്ധപ്പെട്ട അധികാരികളോട് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശവും നൽകി. കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കി ഇരുവർക്കും എക്സിറ്റ് പെർമിറ്റ് അനുവദിക്കപ്പെട്ടു. അതോടെ അവർക്ക് ഇന്ത്യയിൽ നിന്ന് സുരക്ഷിതമായി യാത്ര തിരിക്കാൻ സാധിച്ചു. ഈ കേസ് 2 വ്യക്തികളുടെ യാത്രാ പ്രശ്നം മാത്രമായിരുന്നില്ല. നിയമാനുസൃതമായി ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശ മതപുരോഹിതർക്കും മറ്റ് സന്ദർശകർക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന നീതിപൂർവമായ നടപടിക്രമങ്ങളും നിയമപരമായ സംരക്ഷണവും ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ കേസ് മുന്നോട്ട് വയ്ക്കുന്നത്. കേസ് ഇതോടെ അവസാനിച്ചിട്ടില്ല. വിഷയം സംബന്ധിച്ച ഹർജി 2026 ഓഗസ്റ്റ് 3 വീണ്ടും ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. കോടതിയുടെ തുടർ പരിഗണന ഈ വിഷയത്തിൽ ഭരണകൂടത്തിൻ്റെ നടപടിക്രമങ്ങൾക്കും വിദേശ സന്ദർശകരുടെ അവകാശ സംരക്ഷണത്തിനും കൂടുതൽ വ്യക്തത നൽകുമെന്ന പ്രതീക്ഷയുണ്ട്. ഒരു ഭരണഘടന ജനാധിപത്യത്തിൽ നിയമപരമായി രാജ്യത്ത് കഴിയുന്ന ഓരോ വ്യക്തിക്കും നീതിയുക്തമായ നടപടിക്രമം ലഭിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ കടമയാണ്. ആ തത്വം പ്രായോഗികമായി ഉറപ്പാക്കുന്നതിൽ ഈ കേസ് ശ്രദ്ധേയമായ ഒരു നിയമ പോരാട്ടമായി നിലനിൽക്കുന്നു. ഇന്ത്യയിലേക്ക് വരുന്നവർ തീർച്ചയായും യാത്ര സുരക്ഷിതമായി നടത്തുവാൻ വേണ്ട എല്ലാ ഡോക്യുമെന്റും പ്രധാനമായും കരുതണം എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. അനുകൂലമായ വിധി എന്നല്ല, അന്യരാജ്യത്ത് നിന്നും വന്നവർ സ്വന്തം മണ്ണിലെത്തി എന്ന സന്തോഷ വാർത്തയും ഒപ്പം മറ്റൊരു രാജ്യത്ത് നിന്നും അവരെ ചേർത്ത് പിടിച്ചവരെ തേടി അവരുടെ നന്ദി എത്തുന്നതുമാണ് ഏറെ സന്തോഷം പകർന്നത്. ഞങ്ങൾ അർദ്ധരാത്രിയിലും അവർ എമിഗ്രേഷൻ കഴിഞ്ഞ് കടന്നു പോകും വരെ എയർപോർട്ടിൽ അവർക്കായി കാത്തിരുന്നു. അന്യരാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഓടി വരുന്ന ആ കൈകളുടെ സുഖവും സുരക്ഷിതത്വവും അറിഞ്ഞതുകൊണ്ടാവാം ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. 2021 അക്വേറിയം എന്ന സിനിമ സന്യസ്തരെ അവഹേളിക്കുന്ന സിനിമാ പ്രദർശനം തടയാനും മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു സിസ്റ്ററിന്റെ കേസുമായി ബന്ധപ്പെട്ട് അതേ വർഷം തന്നെ മറ്റൊരു കേസിലും അനുകൂല വിധി സമ്പാദിക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസമാണ് ഈ കേസിലും മുന്നോട്ട് പോകാനും അവരെ ചേർത്ത് പിടിക്കാനും കഴിഞ്ഞത്. നന്ദി ദൈവത്തിനും കോടതിക്കും അഡ്വക്കേറ്റ് ഡോക്ടർ ജോസ് എബ്രഹാമിനും എന്ന് പറഞ്ഞാണ് ദീപ ജോസഫിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ഇതിൽ പ്രേക്ഷകർക്ക് എന്തു തോന്നുന്നു? ഭരണകൂടത്തിന്റെ ഭീകരതയല്ലേ നമ്മൾ ഇതിലൂടെ കണ്ടത്? നമ്മുടെ രാജ്യത്തേക്ക് വന്നത് 2 ക്രൈസ്തവ മിഷണറിമാരാണ്. അവർ വന്നത് ആരെയും മതം മാറ്റാനോ തീവ്രവാദ പ്രവർത്തനമോ അല്ല. അവർ ടൂറിസ്റ്റായിട്ടാണ് എത്തിയത്. നമ്മളും വിദേശത്ത് ടൂറിസ്റ്റ് വിസയിൽ സന്ദർശനം നടത്തുന്നവരാണ്. ഒരു തെറ്റും ചെയ്യാതെ എല്ലാ യാത്രാരേഖകളും ഉണ്ടായിട്ടും വിമാനത്താവളങ്ങളിൽ തടഞ്ഞു വെച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ? സ്വന്തം അനുഭവം വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകും. വിദേശയാത്ര ചെയ്യുന്നവർക്ക് അത് മനസ്സിലാകും. ക്രൈസ്തവ മിഷണറിമാരായതുകൊണ്ടാണോ അവരെ തടഞ്ഞത്? അവരുടെ രാജ്യത്തേക്ക് ഒരു ഇന്ത്യക്കാരൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും പ്രതികരണം? ഇവിടെ കിടന്ന് ഇരപ്പിക്കുന്ന സംഖ്യകളുടെ യഥാർത്ഥ രൂപമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നാഴികയ്ക്ക് 40 വട്ടം ക്രിസ്ത്യാനികളുടെ അപ്പസ്തോലന്മാരായി ചമയുന്ന അവരുടെ രക്ഷകരായി അഭിനയിക്കുന്ന സംഖ്യകളെ ഇനിയെങ്കിലും മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കണം.
അതിനുള്ള ഒരവസരമാണിത്.